ഹലോ ഗൈസ്, ഫാംജാം സ്റ്റോറിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇതുവരെ നോക്കുവാണെങ്കിൽ ഫാംജാം സ്റ്റോറീസിലെ എല്ലാ കണ്ടന്റും നോക്കുവാണെങ്കിൽ ഒന്നെങ്കിൽ ട്രിപ്പ് പോയത് അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയുള്ളതാണ്. അതും ഞാൻ മാത്രമേ പ്രസന്റേഷനിൽ വരുന്നുള്ളൂ. അപ്പം ഞാനൊന്ന് ആലോചിച്ചു, നമ്മുടെ പേര് തന്നെ ഫാംജാം സ്റ്റോറീസ് എന്നാണ്. സോ ഫാമിലീനെ എന്തുകൊണ്ട് ഇൻക്ലൂഡ് ആക്കി കൂടാന്ന് വിചാരിച്ചു ഞാൻ. സോ ഞാൻ അവരായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവർക്കും താല്പര്യമാണ്. അവരും ഭയങ്കര സപ്പോർട്ടീവാണ്, ഫൺ മോഡായിട്ടുള്ള പാരൻസ് ആണ് എനിക്ക്. സോ അവരെയും ഇൻക്ലൂഡ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഒരു പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഫൺ ഗെയിമാണ്. ആ ഫൺ ഗെയിം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ പറയുവാണെങ്കിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് 2 പേരെ ഇരുത്തിയിട്ട് നമ്മൾ കോമൺ ആയിട്ട് തന്നെ ചോദിക്കും. 10 ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആയിട്ടുള്ള കോമൺ ആയിട്ട് ചോദിക്കും. അവരതിനനുസരിച്ച് ഉത്തരം പറയും. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു 10 മിനിറ്റ്സിൻ്റെ വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ അധികം ലാഗ് വെക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിട്ടാം. ഗൈസ്, നമ്മൾ 10 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും അപ്പുറം ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഗെയിമിലോട്ട് കിടക്കാം. അമ്മ അച്ഛൻ നോക്കിക്കോളൂ. ഇവിടെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ 2 പേരുടെ അടുത്ത് കോമൺ ആയിട്ടാണ് ചോദിക്കുക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഒരാൾ ഫസ്റ്റ് പറഞ്ഞിട്ട് രണ്ടാമത്തെ ആള് അങ്ങനെ പറയണം. ഓക്കെ, എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഉത്തരം കറക്റ്റ് ആണോ റോങ് ആണോ എന്ന് പറയും. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഒന്നാമത്തെ, രാവിലെ എഴുന്നേൽക്കാൻ ഏറ്റവും മടിയുള്ളത് ആർക്കാണ്? അച്ഛൻ പറയൂ. അമ്മയുടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. പങ്കാളിയുടെ ഏറ്റവും വെറുപ്പിക്കുന്ന ശീലം എന്താണ്? അമ്മ. ദേഷ്യം കൂടുതൽ അച്ഛന്. അത് മാത്രമേ ഉള്ളൂ? അത് മാത്രല്ല, പിന്നെ ലിസ്റ്റ് എടുക്കോ? ദേഷ്യം കൂടുതലാണ്. ഏറ്റവും വലിയ ഇത് അതാണ്. ഓക്കെ, ഇനി അച്ഛൻ. ശരിയാണ്, ദേഷ്യം കൂടുതലാണ്. അമ്മയുടെ പറച്ചിലെ ദേഷ്യം പെട്ടെന്ന് ദേഷ്യം. അമ്മയുടെ എന്താ അച്ഛന് ഏറ്റവും വെറുപ്പിക്കുന്ന ശീലം എന്താ അമ്മയുടെ? വെറുപ്പിക്കുന്ന ശീലം എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നിയിട്ടില്ല. അമ്മ പറഞ്ഞത് കറക്റ്റ് ആണ്. ഇനി 3-ാം ദിവസത്തിലേക്ക് കിടക്കാം. വീട്ടിലൊരു സാധനം കാണാതെ പോയാൽ അത് ആരുടെ കയ്യിൽ നിന്നായിരിക്കും? വീട്ടിലൊരു സാധനം പോയാൽ ആരുടെ കയ്യിൽ നിന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മക്കുറവുണ്ട്, മറവി കൂടുതലാണ്. പലതും വെച്ചത് ഇപ്പൊ അവിടെ വെച്ചെടുത്തായിരിക്കില്ല കാണുന്നത്. അന്വേഷണത്തിലുണ്ട്, അങ്ങനെ മറവി കൂടുതലാണ്. അമ്മയ്ക്കോ? ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. എനിക്ക് മറവിയൊന്നുമില്ല. ഞാൻ ഉറപ്പായിട്ടത് എവിടെ വച്ചെന്ന് ശ്രദ്ധിച്ചെന്നിരിക്കും. അന്വേഷിച്ചു പിടിക്കും. എനിക്ക് അച്ഛൻ്റെ സംശയമുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ ഇനി അത് ഇടയ്ക്ക് എനിക്കും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ അനീതിക്കാണെങ്കിലും അവൾക്കും തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ മറവി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ചില സമയത്ത് നമുക്ക് വച്ച ഓർക്കാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ വരാം. ഇനി അടുത്ത ദിവസത്തിലേക്ക് നമുക്ക് കിടക്കാം. നിങ്ങളിൽ ആരാണ് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് പക്ഷെ പുറത്ത് പറയാൻ മടിയുള്ളത്? ആരോ പറഞ്ഞോളൂ. അത് അച്ഛൻ നല്ലോണം ഭക്ഷണം കഴിച്ചിരുന്നു. അതിനുശേഷം നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ട്. അനുസരിച്ച് വർക്കുണ്ട്. വർക്കുള്ളവരും കൊണ്ടിട്ട് അത് ശരിയാട്ടോ. അച്ഛൻ തന്നെ ഭക്ഷണം കഴിക്കണേ. അമ്മ പക്ഷെ ചോറുണ്ടെങ്കിൽ അമ്മ ഇത്തിരി കൂടുതൽ കഴിക്കുന്നല്ലാതെ വേറെ ബാക്കിയൊന്നും അല്ലേ അമ്മ? നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ല. ഞാൻ ഭക്ഷണം കഴിച്ച ശരീരത്ത് കാണില്ല. അഞ്ചാം ദിവസത്തിലേക്ക് കിടക്കാം. ഫോണിൽ സംസാരിച്ച് ഏറ്റവും കൂടുതൽ സമയം കളയുന്നത് ആരാണ്? അമ്മയാണ്. ചേച്ചിയായാലും അനിയത്തെ വിളിക്കുമ്പോഴും അങ്ങനെ അമ്മ അതിനോട് യോജിക്കുന്നുണ്ടോ? ആയിക്കോട്ടെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. പങ്കാളി വാങ്ങുന്നതിൽ വെറുതെ പൈസ കളഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സാധനം ഏതാണ്? പങ്കാളി മേടിക്കുന്നതിൽ അത് വെറുതെ ആയി പോയി, പൈസ വെറുതെ കളഞ്ഞു എന്ന് തോന്നണത് എന്തിലാണെന്ന്, എന്ത് മേടിക്കുമ്പോഴാണെന്ന്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡ്രസ്സ് മേടിക്കുമ്പോഴാണോ, അല്ലെങ്കിൽ ഇപ്പൊ അടുക്കളയ്ക്ക് ഓരോ സാധനങ്ങൾ മേടിക്കുമ്പോഴാണോ, അമ്മയുടെ അച്ഛന്റെ അങ്ങനെ അധികം അങ്ങനെ മേടിക്കാൻ വേറെ എന്തായാലും നമ്മള് അങ്ങനെ ഓവറായിട്ട് വാങ്ങിച്ച് ആവശ്യത്തിന് മാത്രമേ വാങ്ങിക്കാറുള്ളൂ. അത് നോക്കിയിട്ടാണ് വാങ്ങിക്കാറുള്ളത്. അല്ല അങ്ങനെ ഒരു ഇതൊക്കെ തോന്നിയിട്ടില്ല. ആണല്ലേ? ഞങ്ങൾക്കും അതെ, പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെ തോന്നിയിട്ടില്ല.
മക്കൊക്കെ മേടിക്കുമ്പോഴാണ് വെറുതെ അതൊന്ന് കുത്തിയതാണല്ലോ നൈസായിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആരാണ് കൂടുതൽ നന്നായി കള്ളം പറയുന്നത്? എപ്പോഴാണ് അവസരം പിടിക്കപ്പെട്ടത്? എന്ത് പറഞ്ഞാലും വിശ്വാസമില്ല അച്ഛന്. ഞാൻ പറഞ്ഞ ആണോ? ഒരു എക്സാമ്പിൾ പറയാമോ? എന്തെന്നാ കിടാവിനെ കെട്ടിയിട്ട് വന്നിട്ട് എന്നോട് പറയാ നിങ്ങൾ ഊരി കിട്ടൂലേ കിടാവിനെ, അഴിച്ചു കിട്ടൂലേ കിടാവിനെ, തെങ്ങനെയൊക്കെ തിന്നിട്ട് തിന്നാൻ മാതിരി കെട്ടി കാണും. അല്ലെങ്കിൽ അത് അയച്ചിട്ടുണ്ട്. ശരിയല്ലേ? വേറെ പ്രത്യേകിച്ചൊന്നും തോന്നില്ല. വേറെ പലതും ഉണ്ട്. അവിടെ കിടക്കുന്ന സാധനം മറ്റടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവന്നിട്ടാന്ന് പറയും. ഒരു സാധനം വെറുതെ കിട്ടാൽ കാണണം, അല്ലെങ്കിൽ ശരിയല്ല. വേറെ ആരുമില്ലല്ലോ. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാൻ പറഞ്ഞോന്നും പറഞ്ഞോണ്ട് വച്ചാ അതന്നെ ശരിയാ. അത് തന്നെ. എന്ത് കഴിഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞമ്മക്കും ചിലത് പറയാനുണ്ട്. എനിക്ക് കേൾക്കണ്ട, എന്നാ ചെവി പൊത്തിക്കളാം. അത് കള്ളെന്ന് പറയാൻ പറ്റില്ല. അത് കള്ളം പറയുന്നത് ഇപ്പൊ ചിലപ്പോ ഇട്ടിട്ട് പോന്നു കഴിഞ്ഞാൽ അച്ഛൻ ഓക്കെ പറയണം, അമ്മ മറന്നു പോകണം, അതാണ് മറയുന്നു പറയണത്. അത് നമ്മള് നേരത്തെ പറഞ്ഞു. അത് കള്ളെന്ന് പറയാൻ പറ്റില്ല. അതും ഇതുമായിട്ട് എന്താ ബന്ധം? താനല്ലേ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാൻ. എക്സാമ്പിള് പറയുകയാണെങ്കിൽ ഇപ്പൊ കള്ളം പറഞ്ഞ ഓരോ സാധനങ്ങളും മേടിച്ചോണ്ട് വരാം. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അതൊന്നും ഒക്കെ സത്യസന്ധന ആ കാര്യത്തില്. ഓക്കെ. അപ്പൊ അതിന് ക്രെഡിറ്റ്. ഈ സ്നേഹം മാത്രം മതി എനിക്ക്. കള്ളം പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ഒരു ദിവസത്തേക്ക് പരസ്പരം ശരീരം മാറിയാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? അതായത് ഇപ്പൊ ഒരു ദിവസം അച്ഛൻ അമ്മയായിട്ടും അമ്മ അച്ഛനായിട്ടും ആവാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്തായിരിക്കും? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ഞാൻ മൊബൈലൊക്കെ അമ്മയ്ക്കതാണ് മൊബൈല് നോക്കിക്കൊണ്ടിരിക്കണം. അമ്മയാണെങ്കിലോ? ഞാനെന്താ അടിച്ചു വരിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ദേഷ്യം വന്നാ. അല്ല, അച്ഛനായാൽ ഒരു ദിവസം അച്ഛനായാൽ അങ്ങനെ ആവാനായിട്ടുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അമ്മ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ഞാൻ സ്പീഡിലെല്ലാം വൃത്തിയായിട്ട് ചെയ്ത് ഓരോന്ന് അടുക്കും ചിട്ടയായിട്ട് ചെയ്ത്. ഓ, അപ്പൊ അച്ഛൻ അടുക്കും ചിട്ടയുണ്ടെന്ന്. അപ്പൊ ഈ ചോദ്യങ്ങളുടെ ആവശ്യമില്ല. അച്ഛന് സ്പീഡ് കുറവാ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അച്ഛന് സ്പീഡ് കുറവാ, അല്ലെങ്കിൽ എനിക്ക് സ്പീഡ് ഉണ്ടായേനെ. അച്ഛന്റെ സ്ഥാനത്ത് എനിക്ക് പലതും ചെയ്യായിരുന്നു. അച്ഛന്റെ സ്ഥാനത്ത് ഞാനായി. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം നമുക്ക്. 10 ഇല്ലേ? ഇല്ലില്ല, ഇനിയുണ്ട്. ഇനി ആരാണ് കൂടുതൽ നല്ല തമാശകൾ പറയുന്നത്? വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. അമ്മയാണ്. തമാശയാണോ തമാശയല്ലാതെ ഞാനല്ല പറയുന്നത്, കേൾക്കുന്നവരെ പറയുന്നതല്ല. അതാണ് കേട്ടല്ലോ. തമാശ പിന്നെ നമുക്ക് ഇനി അങ്ങോട്ട് ജീവിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാം എന്റെ അനുഭവമാണ് ഞാനീ പറഞ്ഞത്. മാനം തെളിഞ്ഞ് വന്നാൽ മനസ്സും നിറഞ്ഞ് നിന്നാൽ വേണ്ട ഈ കല്യാണം. പേടിച്ചിട്ടല്ല, ശരിയാണ്. പറയുന്നതൊക്കെ വിട്ടിട്ടായിരിക്കും, പക്ഷെ അത് തമാശ പറയുമ്പോൾ നമുക്കൊരു തമാശയായിട്ട് തോന്നും. തമാശ അത് ശരിയാട്ടോ. പിന്നെ ഞങ്ങള് മൊത്തം ഒരു ഫാമിലി, ഫൺ ആയിട്ടുള്ള ഒരു ഫാമിലി ആയതുകൊണ്ട് എല്ലാവരും തമാശ രൂപം അങ്ങനെ രൂപേണ സംസാരിക്കും. എല്ലാവരും ഒത്തൊരുമിച്ച് തമാശയും കളികളും എല്ലാം ഹാപ്പി ആയിട്ടാണ് പോണത്. ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നിങ്ങളിൽ ആരാണ് കൂടുതൽ സമയം ഫോണിൽ ചെലവഴിക്കുന്നത്? അതിനോട് യോജിക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ഇത്രയും തന്നെ ഉള്ളൂ നമ്മുടെ. ഞാൻ തന്നെയാണ്. അതെ, എന്നാലും വേണ്ട കാര്യങ്ങൾ ചെയ്യില്ലേ? അതെ, ചെയ്യുന്നുണ്ട്. അതുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെയല്ല, ആവശ്യത്തിന് മാത്രം. 10 ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു ഫൺ ഗെയിം ഇവിടെ, ആ സെഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു? അവർ എൻജോയ് ചെയ്ത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നോ? കാരണം പരസ്പരം ഇത്രയും കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ട് പരസ്പരം നമ്മൾ കുറച്ചൊക്കെ നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്, അത് ഇനി വഴിയെ നമുക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് വെച്ചിട്ട് എങ്ങനെയുണ്ട്, അവരുടെ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നോ എന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം.
എങ്ങനെ ഉണ്ടായിരുന്നു? രണ്ടുപേരുടെയും ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് വന്നു. സന്തോഷമായിരുന്നു. ഒരു നമുക്ക് മനസ്സിലാക്കാനും പറ്റി. അതെ, ഒരു കുറച്ച് ടൈമും ഒരു അല്ലെ സന്തോഷമായിരുന്നു. നല്ല ഹാപ്പിയാണ്. നമ്മുടെ കുറെ കാര്യങ്ങള് മറ്റുള്ളവരെ ബോധിപ്പിക്കാനും പറ്റി. നമുക്ക് സന്തോഷം. അതെ, ഒരു ഫണ്ട് രൂപേണ നമുക്ക് അത് പ്രസന്റ് ചെയ്യാൻ പറ്റും. നല്ല സന്തോഷമുണ്ട്. അതെ, സോ ഇത്ര തന്നെ ഉള്ളൂ. നമ്മളിവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്ത വീഡിയോസിൽ കാണാം. അതുവരെയ്ക്കും നിങ്ങളും കൂടെ ബൈ പറഞ്ഞു. ബൈ.